ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ബോൾ ഉലർത്തിയതാണ് കേട്ടോ. അപ്പോൾ സോയാ ബോൾ നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോയാ ബോളൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഞാൻ ഊറ്റിക്കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ 2 പ്രാവശ്യം കഴുകി മുറിച്ച് വെച്ച സോയാ ബോളാണിത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചത് കാരണം ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇനി നമ്മുടെ മസാലകളെല്ലാം ഈ സോയാ ബോളിലൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒഴിച്ചേക്കുന്നതാണിത്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ സോയാ ബോളൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാ ബോളൊക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ബീഫൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു സവാളയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ സവാള ഇവിടെ വഴണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായത് നമ്മുടെ സവാളയുടെ കളറൊക്കെ ഏകദേശം ചേഞ്ചായി തുടങ്ങി. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സോയാ ബോൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ നമ്മുടെ സോയാ ബോളിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഞാൻ അല്പം നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നാരങ്ങ നീരും കൂടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഏകദേശം ഡ്രൈ ആയി തുടങ്ങി. ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പം നല്ലോണം ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സോയാ ബോൾ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സോയാ ബോൾ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബായ്.